ഹായ് സ്റ്റുഡൻസ്, MR ഫിസിക്സ് ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. +2 ഫിസിക്സിലെ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് ആ ചാപ്റ്ററിൻ്റെ 5ാമത്തെ പാർട്ട് വീഡിയോ ആണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ കൂളംസ് ലോ മനസ്സിലാക്കി. കൂളംസ് ലോ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി, അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചു, അതിൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ പഠിച്ചു. കൂളംസ് ലോ ഇൻ വെക്ടർ ഫോം നമ്മൾ മനസ്സിലാക്കി. ഈ ക്ലാസ്സിൽ നമ്മൾ ഈ ചാപ്റ്ററിലെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ടേമായിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്ന കൺസെപ്റ്റാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരെയും ഒരിക്കൽ കൂടി ഞാൻ എൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ഞാനൊരു ചാർജ്ഡ് പാർട്ടിക്കിളിനെ കൺസിഡർ ചെയ്യുകയാണ്. എത്രയാണ് ആ ചാർജ്ഡ് പാർട്ടിക്കിളിന്റെ ചാർജ്? ക്യാപിറ്റൽ Q ആണ്. അതിന് എന്ത് ചാർജാണുള്ളത്? പോസിറ്റീവ് ചാർജാണ് എന്ന് കരുതുക. ഐ ആം കൺസിഡറിങ് എ പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ ഹാവിംഗ് മാഗ്നിറ്റ്യൂഡ് ക്യാപിറ്റൽ ലെറ്റർ Q. ഈ ചാർജ്ഡ് പാർട്ടിക്കിളിന്റെ അടുത്തേക്ക് പോസിറ്റീവ് ചാർജുള്ള വേറൊരു ചാർജ്ഡ് പാർട്ടിക്കിൾ ഞാൻ കൊണ്ടുവച്ചു. സപ്പോസ് അതിന്റെ മാഗ്നിറ്റ്യൂഡ് സ്മോൾ q ആണെന്ന് കരുതുക. ഈ സ്മോൾ q എന്ന് പറയുന്ന ചാർജ്ഡ് പാർട്ടിക്കിൾ എന്ത് എക്സ്പീരിയൻസ് ചെയ്യും? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. കൂളംസ് ലോ നമ്മൾ പഠിച്ചതാണ്. രണ്ട് ചാർജ്ഡ് പാർട്ടിക്കിളിനിടയിൽ എന്തുണ്ട്? ഫോഴ്സ് ഉണ്ട്. അപ്പൊ ക്യാപിറ്റൽ Q എന്ന പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിളിന്റെ അടുത്തേക്ക് സ്മോൾ q എന്ന വേറൊരു പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ കൊണ്ടുവച്ചു കഴിഞ്ഞാൽ സ്മോൾ q ഡ്യൂ ടു ക്യാപിറ്റൽ Q എന്ത് എക്സ്പീരിയൻസ് ചെയ്യും? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. എന്താണ് ആ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിന്റെ നേച്ചർ? രണ്ടും പോസിറ്റീവ് ചാർജാണ്, ലൈക്ക് ചാർജസ് ആണ്. നമുക്കറിയാം ലൈക്ക് ചാർജസ് റിപ്പൽ ഈച്ച് അതർ. അപ്പൊ ഡ്യൂ ടു +Q ചാർജ്, ഡ്യൂ ടു ക്യാപിറ്റൽ Q ചാർജ്, സ്മോൾ q ചാർജ് എന്ത് എക്സ്പീരിയൻസ് ചെയ്യും? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ആ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് മൂലം സ്മോൾ q ചാർജ് എന്ത് ചെയ്യപ്പെടുകയാണ്? ക്യാപിറ്റൽ Q-ൽ നിന്നും റിപ്പൽ ചെയ്യപ്പെടുകയാണ്. കാരണം രണ്ടും പോസിറ്റീവ് ചാർജാണ്. അപ്പോ സ്മോൾ q എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടേക്കായിരിക്കും. ഇതാണ് സ്മോൾ q എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിന്റെ ഡയറക്ഷൻ. അപ്പോ ക്യാപിറ്റൽ Q എന്ന പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിളിന്റെ അടുത്തേക്ക് സ്മോൾ q എന്ന് പറയുന്ന വേറൊരു ചാർജ്ഡ് പാർട്ടിക്കിൾ കൊണ്ടുവച്ചപ്പോ ആ സ്മോൾ q ചാർജ്ഡ് പാർട്ടിക്കിൾ എന്ത് ചെയ്തു? ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്തു. അല്ല, ഇതും പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് ആ ഫോഴ്സിന്റെ നേച്ചർ എന്താണ്? റിപ്പൾസീവ് ആണ്. ഇങ്ങോട്ടേക്കാണ് ഫോഴ്സിന്റെ ഡയറക്ഷൻ. ഇനി ഞാൻ ഈ പോസിറ്റീവ് ചാർജിനെ എവിടെ കൊണ്ടുവച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇത് ഇങ്ങോട്ടേക്ക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. പോസിറ്റീവ് ചാർജിനെ ഞാൻ എവിടെ കൊണ്ടുവച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇത് ഇങ്ങോട്ടേക്ക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. സപ്പോസ് ഞാൻ ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ് കൊണ്ടുവച്ചാൽ എന്താ സംഭവിക്കുക? ഇവിടെ നെഗറ്റീവ് ആയതുകൊണ്ട് പോസിറ്റീവ് നെഗറ്റീവിന് എന്താ ചെയ്യുക? അട്രാക്ട് ചെയ്യുക. ഇങ്ങോട്ടേക്ക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ഞാൻ ഇവിടെ ഒരു നെഗറ്റീവ് Q ചാർജ് കൊണ്ടുവച്ചാൽ എന്താ സംഭവിക്കുക? അത് ഇങ്ങോട്ടേക്ക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. അല്ല, അപ്പൊ ക്യാപിറ്റൽ Q എന്ന് പറയുന്ന ചാർജിന് ചുറ്റും ഒരു റീജിയൻ ഉണ്ട്, ഒരു സ്പേസ് ഉണ്ട്. ആ സ്പേസിൽ ഞാൻ വേറൊരു ചാർജ് കൊണ്ടുവച്ചപ്പോ ആ ചാർജ് എന്ത് എക്സ്പീരിയൻസ് ചെയ്യുകയാണ്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ സ്പേസിന്, ആ റീജിയന് പറയുന്ന പേരാണ് ഇലക്ട്രിക് ഫീൽഡ് ഓഫ് ക്യാപിറ്റൽ Q. എന്താണ് ഇലക്ട്രിക് ഫീൽഡ്? നമ്മളിവിടെ ക്യാപിറ്റൽ Q-വിന്റെ ഇലക്ട്രിക് ഫീൽഡിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, നമ്മളിവിടെ ഫസ്റ്റ് കൺസിഡർ ചെയ്തത് +Q, ക്യാപിറ്റൽ Q എന്ന് പറയുന്ന ചാർജിനെയാണ്. ഈ ക്യാപിറ്റൽ Q എന്ന് പറയുന്ന ചാർജ് നമ്മൾ ആദ്യം കൺസിഡർ ചെയ്തു. അതിന്റെ അടുത്തേക്ക് സ്മോൾ q ചാർജ് കൊണ്ടുവച്ചു. അത് പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട്, ഇവർ രണ്ടും പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് ഈ ചാർജ് എക്സ്പീരിയൻസ് ചെയ്തു? റിപ്പൾസീവ് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്തു. ഇങ്ങോട്ടേക്കാണ് ഡയറക്ഷൻ. ഇനി ഇവിടെയാണ് +Q വെച്ചതെങ്കിൽ ഇങ്ങോട്ടേക്കാണ് ഫോഴ്സിന്റെ ഡയറക്ഷൻ. ഇവിടെയാണ് +Q വെച്ചതെങ്കിൽ ഇങ്ങോട്ടേക്കാണ് ഫോഴ്സിന്റെ ഡയറക്ഷൻ. ഇനി ഞാൻ ഇവിടെ ഒരു -Q വെച്ച് കഴിഞ്ഞാൽ അട്രാക്ഷൻ ആണ് ഉണ്ടാവുക, ഇങ്ങോട്ടേക്ക്
എക്സ്പീരിയൻസ് ചെയ്യും. ഇവിടെ ഒരു മൈനസ് ക്യൂ ചാർജ് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ഞാൻ ഇവിടെ ഒരു പ്ലസ് ക്യൂ ചാർജ്, ഇവിടെ സ്പേസിൽ ഇവിടെ ഞാൻ ഒരു പ്ലസ് ക്യൂ ചാർജ് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ഇവിടെ ഞാൻ ഒരു മൈനസ് ക്യൂ ചാർജാണ് നടക്കുന്നതെങ്കിൽ ഇങ്ങോട്ടേക്ക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. അപ്പൊ ഈ ക്യാപിറ്റൽ ക്യൂക്ക് ചുറ്റും ഒരു റീജിയൻ ഉണ്ട്, ഒരു സ്പേസ് ഉണ്ട്. ആ സ്പേസിൽ വേറൊരു ചാർജ് കൊണ്ടുവച്ചപ്പോ ആ ചാർജ് എന്ത് എക്സ്പീരിയൻസ് ചെയ്യുന്നു? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നു. ക്യാപിറ്റൽ ക്യൂ എന്ന് പറയുന്ന ചാർജിന് ചുറ്റും ഒരു റീജിയൻ ഉണ്ട്. ആ റീജിയനിൽ സ്മോൾ ക്യൂ ചാർജ് കൊണ്ടുവച്ചപ്പോ ആ സ്മോൾ ക്യൂ ചാർജ് എന്ത് എക്സ്പീരിയൻസ് ചെയ്യുന്നു? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നു. ആ റീജിയനെ, ആ സ്പേസിനെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഇവിടെ ആരുടെ ഇലക്ട്രിക് ഫീൽഡ്? ക്യാപിറ്റൽ ക്യൂവിന്റെ ഇലക്ട്രിക് ഫീൽഡ്. അപ്പൊ എന്താണ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡെഫിനേഷൻ? ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഇലക്ട്രിക് ഫീൽഡ് ഈസ് ദ സ്പേസ് ഓർ റീജിയൻ അറൗണ്ട് എ ചാർജ്. ഒരു ചാർജിന് ചുറ്റുമുള്ള റീജിയനെ, സ്പേസിനെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. എന്താണ് ആ റീജിയന്റെ പ്രത്യേകത? അവിടെ നമ്മൾ വേറൊരു ചാർജ് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ആ ചാർജ് പാർട്ടികൾ എന്ത് എക്സ്പീരിയൻസ് ചെയ്യും? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. മനസ്സിലായില്ലേ? അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ദ region or space around a charge where electrostatic force is experienced by another charge. ഒരു ചാർജ് പാർട്ടിക്കിളിന് ചുറ്റും ഉള്ള സ്പേസ് അല്ലെങ്കിൽ റീജിയൻ, അവിടെ വേറൊരു ചാർജ് പാർട്ടിക്കിൾ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ആ റീജിയനെ, ആ സ്പേസിനെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. ക്ലിയർ? ക്യാപിറ്റൽ ക്യൂ ചാർജ് പാർട്ടിക്കിളിന്റെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മൾ പഠിച്ചു. എന്താണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചാർജ് പാർട്ടിക്കിളിന് ചുറ്റുമുള്ള സ്പേസ് അല്ലെങ്കിൽ റീജിയനെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. ആ സ്പേസിൽ വേറൊരു ചാർജ് പാർട്ടിക്കിൾ കൊണ്ടുവച്ചു കഴിഞ്ഞാൽ അതെന്ത് എക്സ്പീരിയൻസ് ചെയ്യും? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. അതാണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ക്യാപിറ്റൽ ക്യൂ എന്ന് പറയുന്ന ഈ ചാർജ് പാർട്ടിക്കിളിന്റെ ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. ആ ഇലക്ട്രിക് ഫീൽഡിലുള്ള രണ്ട് പോയിന്റുകളാണ് ആരൊക്കെ? എയും അതേപോലെ ബിയും. ക്യാപിറ്റൽ ക്യൂ ചാർജ് പാർട്ടിക്കിളിന്റെ ഇലക്ട്രിക് ഫീൽഡിലുള്ള രണ്ട് പോയിന്റുകളാണ് എയും ബിയും. പിക്ചർ ക്ലിയർ ആണ്. എ ക്യാപിറ്റൽ ക്യൂവിനോട് കുറച്ച് അടുത്തായിട്ടാണുള്ളത്, ബി ക്യാപിറ്റൽ ക്യൂവിൽ നിന്ന് കുറച്ച് അകലത്തിലാണുള്ളത്. ആദ്യം ഞാൻ സ്മോൾ ക്യൂ ചാർജിനെ എ എന്ന് പറയുന്ന പോയിന്റിൽ കൊണ്ടുവെക്കുന്നു. സ്വാഭാവികമായിട്ടും എ എന്ന് പറയുന്ന പോയിന്റ് ക്യാപിറ്റൽ ക്യൂവിന്റെ ഇലക്ട്രിക് ഫീൽഡിൽ ആയതുകൊണ്ട് തന്നെ സ്മോൾ ക്യൂ ക്യാപിറ്റൽ ക്യൂ മൂലം എന്ത് എക്സ്പീരിയൻസ് ചെയ്യും? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ഇതേ സ്മോൾ ക്യൂ ചാർജിനെ ഞാൻ ബി എന്ന് പറയുന്ന പോയിന്റിലാണ് വെച്ചതെങ്കിലോ ബി ഉള്ളതും ക്യാപിറ്റൽ ക്യൂവിന്റെ ഇലക്ട്രിക് ഫീൽഡിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ സ്മോൾ ക്യൂ ബിയിൽ വെച്ചും എന്ത് എക്സ്പീരിയൻസ് ചെയ്യും? ക്യാപിറ്റൽ ക്യൂ മൂലം ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. പക്ഷേ ബിയിൽ വെച്ചപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് എയിൽ വെച്ചപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡിനേക്കാൾ കുറവായിരിക്കും. എന്തുകൊണ്ട് കുറയുന്നു? നമുക്കറിയാം, എയിൽ നിന്ന് ബിയിലേക്ക് പോകുമ്പോൾ ക്യാപിറ്റൽ ക്യൂവിൽ നിന്ന് സ്മോൾ ക്യൂവിലേക്കുള്ള ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്തു. കൂളംസ് ലോ പ്രകാരം രണ്ട് ചാർജസുകൾക്കിടയിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് അവർക്കിടയിലുള്ള ഡിസ്റ്റൻസിന്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ ഡിസ്റ്റൻസ് കൂടുമ്പോൾ ഫോഴ്സ് എന്ത് ചെയ്യും? കുറയും. സ്വാഭാവികമായിട്ടും സ്മോൾ ക്യൂവിനെ എയിൽ നിന്ന് മാറ്റിയിട്ട് ബിയിലേക്ക് വെച്ചപ്പോ സ്മോൾ ക്യൂ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എന്ത് ചെയ്യും? കുറയും. ഇനി എന്താണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒരു ചാർജിന് ചുറ്റുമുള്ള റീജിയൻ, അവിടെ വേറൊരു ചാർജ് കൊണ്ട് വെച്ചു കഴിഞ്ഞാൽ ആ ചാർജ് എന്ത് എക്സ്പീരിയൻസ് ചെയ്യുന്നു? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നു. ആ റീജിയനാണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. ആ റീജിയനിലെ രണ്ട് പോയിന്റുകൾ തന്നെയാണ് ആരൊക്കെ? എയും ബിയും. പക്ഷെ എയിൽ വെച്ചപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ബിയിൽ വെച്ചപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിനേക്കാൾ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം, ക്യൂ എന്ന് പറയുന്ന ക്യാപിറ്റൽ ക്യൂ എന്ന് പറയുന്ന ചാർജ് പാർട്ടിക്കിളിന്റെ ഇലക്ട്രിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് എയിൽ കൂടുതലാണ്, ബിയിൽ കുറവാണ്. ആ ഇലക്ട്രിക് ഫീൽഡിന്റെ സ്ട്രെങ്തിന് ഒരു പർട്ടിക്കുലർ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡിലുള്ള ഒരു പർട്ടിക്കുലർ പോയിന്റിലെ
ഇലക്ട്രിക് ഫീൽഡിന്റെ സ്ട്രെങ്ത്തിന് പറയുന്ന പേരാണ് ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഈ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റി ഒരു പർട്ടിക്കുലർ പോയിന്റില് ഇലക്ട്രിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റി മെഷർ ചെയ്യാൻ, കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരു മെത്തേഡ് ഉണ്ട്. എന്താണ് ആ മെത്തേഡ്? സപ്പോസ് എ എന്ന് പറയുന്ന പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ആണ് നമ്മൾക്ക് മെഷർ ചെയ്യേണ്ടതെങ്കിൽ എ എന്ന് പറയുന്ന പോയിന്റിൽ നമ്മളൊരു ടെസ്റ്റ് ചാർജ് ഉള്ളതായിട്ട് സങ്കല്പിക്കും. ആരാണ് ടെസ്റ്റ് ചാർജ്? +1 കൂളം ചാർജ് അല്ലെങ്കിൽ യൂണിറ്റ് പോസിറ്റീവ് ചാർജ്. എ എന്ന് പറയുന്ന പോയിന്റിൽ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഉള്ളതായിട്ട് നമ്മൾ സങ്കല്പിക്കുന്നു. എ എന്ന് പറയുന്ന പോയിന്റിൽ വെച്ചിട്ടുള്ള +1 കൂളം ചാർജ് അല്ലെങ്കിൽ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ആണ് എയിലെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റി. അപ്പോൾ ഒരു ഇലക്ട്രിക് ഫീൽഡിൽ, ഒരു ചാർജ്ഡ് പാർട്ടിക്കിളിന്റെ ഇലക്ട്രിക് ഫീൽഡിലുള്ള ഒരു പർട്ടിക്കുലർ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി നമ്മൾ എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്? ആ പോയിന്റിൽ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് വെച്ചു കഴിഞ്ഞാൽ ആ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ആണ് ആ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. ഇനി നമുക്ക് ബി എന്ന് പറയുന്ന പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയാണ് മെഷർ ചെയ്യുന്നതെങ്കിലോ ബിയിൽ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് അല്ലെങ്കിൽ +1 കൂളം ചാർജ് ഉള്ളതായിട്ട് സങ്കല്പിക്കുക. ഈ +1 കൂളം ചാർജ്, ബിയിൽ വെച്ചിട്ടുള്ള +1 കൂളം ചാർജ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ആണ് ബിയിലെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. Then how we can define electric field intensity? Electric field intensity at a point in electric field is defined as force experienced by a unit positive charge placed at that point. ഒരു ഇലക്ട്രിക് ഫീൽഡിലെ പർട്ടിക്കുലർ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ആ പോയിന്റിൽ വെച്ചിട്ടുള്ള യൂണിറ്റ് പോസിറ്റീവ് ചാർജ് +1 കൂളം ചാർജ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ആണ് ആ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. ഓക്കെ. ഇനി ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ മൂലമുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റിയുടെ ഇക്വേഷൻ ആണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ മൂലം ആ ചാർജ്ഡ് പാർട്ടിക്കിളിന്റെ ഇലക്ട്രിക് ഫീൽഡിലെ ഒരു പർട്ടിക്കുലർ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് അല്ലെങ്കിൽ ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ്, അതിനൊരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ ആണെങ്കിൽ നമുക്ക് പറയണം. അതിനു വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ചാർജ്ഡ് പാർട്ടിക്കിൾ ആരാണ്? ക്യാപിറ്റൽ Q ചാർജുള്ള പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ ഞാൻ കൺസിഡർ ചെയ്യുന്നു. ഈ ക്യാപിറ്റൽ Q ചാർജുള്ള ചാർജ്ഡ് പാർട്ടിക്കിളിന്റെ ഇലക്ട്രിക് ഫീൽഡിലുള്ള പോയിന്റ് ആണ് ആര്? ക്യാപിറ്റൽ A. ക്യാപിറ്റൽ Q ചാർജ്ഡ് പാർട്ടിക്കിളിന്റെ ഇലക്ട്രിക് ഫീൽഡിലുള്ള പോയിന്റ് ആണ് ആര്? A. A ക്യാപിറ്റൽ Qയിൽ നിന്നും എത്ര ഡിസ്റ്റൻസ് അകലെയാണുള്ളത്? സ്മോൾ ലെറ്റർ r ഡിസ്റ്റൻസ് അകലെയാണുള്ളത്. അപ്പൊ ക്യാപിറ്റൽ Q ചാർജുള്ള ചാർജ്ഡ് പാർട്ടിക്കിളിൽ നിന്നും സ്മോൾ ലെറ്റർ r ഡിസ്റ്റൻസ് അകലെയുള്ള പോയിന്റ് ആണ് ആര്? A. A ഉള്ളത് ക്യാപിറ്റൽ Qന്റെ ഇലക്ട്രിക് ഫീൽഡാണ്. ഈ A എന്ന് പറയുന്ന പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റി എത്ര എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞു, what is the definition of electric field intensity? How we can define electric field intensity? Electric field intensity at a point is defined as force experienced by a unit positive charge placed at that point. A എന്ന് പറയുന്ന പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റി മെഷർ ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യുന്നത്? എയിൽ +1 കൂളം ചാർജ് ഉള്ളതായിട്ട് സങ്കല്പിക്കുക. ഈ +1 കൂളം ചാർജ് എയിൽ വെച്ചാൽ അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ആണ് എയിലെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. കൂളംസ് ലോ പ്രകാരം രണ്ട് ചാർജസുകൾക്കിടയിലുള്ള ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താണ്? F is equal to 1/4πε0 Q1 into Q2 divided by R square. സപ്പോസ് ഇത് ഫ്രീ സ്പേസിലാണെങ്കിൽ ഇതാണ് ഇക്വേഷൻ അല്ലേ? ഇവിടെ Q1 ന്റെ സ്ഥാനത്ത് ആരാണ്? ഒന്നാമത്തെ ചാർജ് Q1 ന്റെ സ്ഥാനത്ത് ആരാണ്? ക്യാപിറ്റൽ Q. രണ്ടാമത്തെ ചാർജ് Q2 ന്റെ സ്ഥാനത്ത് ആരാണ്? +1. R ഇവിടെയും R തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഈ +1 കൂളം ചാർജ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എത്രയായിരിക്കും? ആ +1 കൂളം ചാർജ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ആണ് A എന്ന് പറയുന്ന പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി.
അത് പക്ഷെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഏത് ലെറ്റർ കൊണ്ടാണ്? ക്യാപിറ്റൽ ഇ എന്ന ലെറ്റർ കൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ ആ ഫോഴ്സ് E ഈസ് ഈക്വൽ ടു എത്രയായിരിക്കും? +1 കൂളം ചാർജ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എത്രയായിരിക്കും? 1/4πε0 Q1 ന്റെ സ്ഥാനത്ത് ക്യാപിറ്റൽ Q ഇൻറ്റു Q2 ന്റെ സ്ഥാനത്ത് +1 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ r² or E ഈസ് ഈക്വൽ ടു എത്രയാണ്? 1/4πε0 ക്യാപിറ്റൽ Q ബൈ r². ഇതാണ് എ എന്ന് പറയുന്ന പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഇക്വേഷൻ. E ഈസ് ഈക്വൽ ടു 1/4πε0 Q ബൈ r². Q എന്ന് പറയുന്ന ക്യാപിറ്റൽ Q എന്ന് പറയുന്ന ചാർജ്ഡ് പാർട്ടിക്കിളിൽ നിന്നും r ഡിസ്റ്റൻസ് അകലെ ഉള്ള എ എന്ന് പറയുന്ന പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഇക്വേഷൻ എന്താണ്? E ഈസ് ഈക്വൽ ടു 1/4πε0 Q ബൈ r². ഓക്കെ, ഈ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ആണ്. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ വെക്ടർ ക്വാണ്ടിറ്റി ആണ്. അതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡിന് എന്തുണ്ട്? ഡയറക്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് എന്ത് ക്വാണ്ടിറ്റി ആണ്? വെക്ടർ ക്വാണ്ടിറ്റി ആണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വെക്ടർ നോട്ടിഫിക്കേഷൻ കൊടുത്തത്. എങ്ങോട്ടേക്കാണ് എ എന്ന് പറയുന്ന പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റിയുടെ ഡയറക്ഷൻ? എ എന്ന് പറയുന്ന പോയിന്റ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഡയറക്ഷൻ എങ്ങോട്ടേക്കാണ്? +Q +1 എന്താ ചെയ്യുക? റിപ്പിൾ ചെയ്യുക. അപ്പം ഇതാണ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. ഇലക്ട്രിക് ഫീൽഡ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. അതിനെന്തുണ്ട്? ഡയറക്ഷൻ ഉണ്ട്. എന്താണ് അതിന്റെ മാഗ്നിറ്റ്യൂഡ്? 1/4πε0 Q ബൈ r². അപ്പൊ ഇത്രയേ ഉള്ളൂ. Q എന്ന് പറയുന്ന ചാർജ് പാർട്ടിക്കിളിൽ നിന്നും r ഡിസ്റ്റൻസ് അകലെയുള്ള പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എത്രയാണ്? E ഈസ് ഈക്വൽ ടു 1/4πε0 Q ബൈ r². പോസിറ്റീവ് Qക്ക് പകരം നെഗറ്റീവ് Q എന്ന് പറയുന്ന ചാർജ് പാർട്ടിക്കിളിന്റെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയെ പറ്റിയാണ് നമ്മൾ പറയുന്നതെങ്കിലോ, -Q എന്ന ചാർജ് പാർട്ടിക്കിളിൽ നിന്നും r ഡിസ്റ്റൻസ് അകലെയുള്ള പോയിന്റ് ആണ് എ എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ എ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എത്രയാണ്? നമ്മൾ എയിൽ +1 കൂളം ചാർജ് ഉള്ളതായിട്ട് സങ്കല്പിച്ചാൽ ഇവിടെയും നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഇക്വേഷൻ കിട്ടും. എന്താണ്? 1/4πε0 Q1 ആരാണ്? -Q ന്റെ മാഗ്നിറ്റ്യൂഡ് ജസ്റ്റ് Q എന്ന് എഴുതിയാൽ മതി ഇൻറ്റു +1 ഡിവൈഡഡ് ബൈ r². or we get E is equal to 1/4πε0 Q divided by r² തന്നെയാണ്. അപ്പോൾ +Q മൂലം r ഡിസ്റ്റൻസ് അകലെയുള്ള പോയിന്റ് ഇലക്ട്രിക് ഫീൽഡ് ഡെൻസിറ്റിയും -Q മൂലം r ഡിസ്റ്റൻസ് അകലെയുള്ള പോയിന്റ് ഇലക്ട്രിക് ഫീൽഡ് ഡെൻസിറ്റിയുടെയും മാഗ്നിറ്റ്യൂഡ് എന്ത് തന്നെയാണ്? 1/4πε0 Q by r² എന്ന് തന്നെയാണ്. പക്ഷേ -Q +1 കൂടെ എന്താ ചെയ്യുക? അട്രാക്ട് ചെയ്യുക. അതുകൊണ്ട് തന്നെ -Q മൂലം ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ആ ചാർജ്ഡ് പാർട്ടിക്കിളിലേക്കായിരിക്കും. ഇങ്ങോട്ടേക്കാണ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഉണ്ടാവും. നേരെ മറിച്ച് +Q +1 എന്താ ചെയ്യുക? റിപ്പൽ ചെയ്യുക. അപ്പൊ +Q ൽ നിന്നും എവേ ആയിട്ടാണ് ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ ഉണ്ടാവുന്നത്. നേരെ മറിച്ച് -Q +1 എന്താ ചെയ്യുക? അട്രാക്ട് ചെയ്യുക. ചുരുക്കി പറഞ്ഞാൽ പോസിറ്റീവ് ചാർജ് മൂലം ഒരു പർട്ടിക്കുലർ പോയിന്റ് ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റി ആ ചാർജിൽ നിന്നും എവേ ആയിട്ടായിരിക്കും. പോസിറ്റീവ് ചാർജ് മൂലം എ എന്ന് പറയുന്ന പോയിന്റ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഡയറക്ഷൻ ഈ ചാർജിൽ നിന്നും എവേ ആയിട്ട് ഇങ്ങോട്ടേക്കാണ്. നേരെ മറിച്ച് നെഗറ്റീവ് ചാർജ് മൂലം ഈ പോയിന്റ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എങ്ങോട്ടേക്കാണ്? ആ ചാർജിലേക്കാണ്, ടുവേർഡ്സ് ദി ചാർജ് ആണ്. അപ്പൊ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡ്യൂ ടു പോസിറ്റീവ് ചാർജ് ഈസ് away from the charge and direction of electric field intensity due to negative charge is towards the charge. +Q ൽ നിന്നും r ഡിസ്റ്റൻസ് അകലെ a എന്ന് പറയുന്ന പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഇക്വേഷൻ ആണെന്ത്? E is equal to 1/4πε0 Q by r². അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. +Q ആയതുകൊണ്ട് പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ away from the charge ഇങ്ങോട്ടേക്കായിരിക്കും നമ്മൾ പഠിച്ചു. നേരെ മറിച്ച് നെഗറ്റീവ് ചാർജ് ആണെങ്കിലും ഇലക്ട്രിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ് ഇത് തന്നെയാണ്, ഡയറക്ഷൻ ടുവേർഡ്സ് ദി ചാർജ് ആയിരിക്കും. ഇത് നമ്മൾ മനസ്സിലാക്കി. ഇനി നമുക്ക് ഈ പോസിറ്റീവ് Q ചാർജിന്റെ കേസ് തന്നെ എടുക്കാം. അപ്പൊ എന്താണ് എ എന്ന് പറയുന്ന പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി? എയിൽ വെച്ചിട്ടുള്ള +1 കൂളം ചാർജ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ആണ് എയിലെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. ഇനി ശ്രദ്ധിക്കുക, ഈ എ എന്ന് പറയുന്ന പോയിന്റിൽ ഞാൻ
പ്ലസ് ക്യൂ കൂളം ചാർജ് വെച്ചു. സ്മോൾ ലെറ്റർ പ്ലസ് ക്യൂ കൂളം ചാർജ് വെച്ചു. അങ്ങനെയാണെങ്കിൽ ഈ പ്ലസ് ക്യൂ കൂളം ക്യാപിറ്റൽ ക്യൂ മൂലം എക്സ്പീരിയൻസ് ചെയ്യുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിന്റെ ഇക്വേഷൻ നമുക്ക് പറയാൻ പറ്റും. കൂളംസ് ലോ പ്രകാരം F is equal to എന്തായിരിക്കും? 1/4πε0 Q1 Q2 by R square ആണ്. Q1 ന്റെ സ്ഥാനത്ത് ക്യാപിറ്റൽ Q, Q2 ന്റെ സ്ഥാനത്ത് സ്മോൾ ലെറ്റർ Q ഡിവൈഡഡ് ബൈ R square. അല്ലേ? A എന്ന് പറയുന്ന പോയിന്റിൽ സ്മോൾ ലെറ്റർ Q ചാർജ് വെച്ചപ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എത്രയാണ്? F is equal to 1/4πε0 capital Q into small letter Q divided by R square. ഇതിനെ ഞാൻ ഇങ്ങനെ എഴുതുന്നു: 1/4πε0 capital Q by R square into small letter Q എന്ന് എഴുതിയാൽ തെറ്റില്ലല്ലോ. രണ്ടും സെയിം തന്നെയാണ്. 1/4πε0 capital Q into small letter Q by R square is equal to 1/4πε0 capital Q by R square into small letter Q. What is the term inside the bracket? Bracket നകത്തുള്ള term എന്താണ്? Bracket നകത്തുള്ള term E ആണ്. A എന്ന് പറയുന്ന പോയിന്റ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ആണ് ബ്രാക്കറ്റ് നകത്തുള്ള term. അങ്ങനെയാണെങ്കിൽ എനിക്ക് F is equal to എന്ത് എഴുതാം? E into Q എന്ന് എഴുതാം. അപ്പോൾ എന്താണ് ഇതിന്റെ മീനിങ്? A എന്ന് പറയുന്ന പോയിന്റ്, ആ പോയിന്റ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ആണ് ആര്? E. ഇലക്ട്രിക് ഫീൽഡിലെ ഒരു പർട്ടിക്കുലർ പോയിന്റ് ആണ് ആര്? A. ആ പോയിന്റ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? E ആണ്. അവിടെ ഞാൻ Q കൂളം ചാർജ് വെച്ചു കഴിഞ്ഞാൽ ആ Q കൂളം ചാർജ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് F is equal to എന്താണ്? E into Q ആണ്. ഈ ഇന്റൻസിറ്റി ഉള്ള ഒരു പർട്ടിക്കുലർ പോയിന്റിൽ Q കൂളം ചാർജ് വെച്ചു കഴിഞ്ഞാൽ ആ Q കൂളം ചാർജ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് F is equal to എന്താണ്? Q into E അല്ലെങ്കിൽ E into Q ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് E is equal to എന്ത് എഴുതാം? F equal to E into Q ആണെങ്കിൽ E is equal to എന്ത് എഴുതാം? F by Q. അപ്പോൾ how we can define electric field intensity? Electric field intensity is defined as force experienced divided by charge അല്ലെങ്കിൽ force experienced per unit charge. അതാണ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഡെഫിനിഷൻ. അപ്പോൾ എന്തായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ യൂണിറ്റ്? ഫോഴ്സിന്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ. ചാർജിന്റെ യൂണിറ്റ് കൂളം. അപ്പൊ ന്യൂട്ടൺ പെർ കൂളം. ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ യൂണിറ്റ്. ഒന്നുകൂടി ഞാൻ പറയാം. A എന്ന് പറയുന്ന പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്താ ഇക്വേഷൻ? E equals 1/4πε0 Q by R square. അവിടെ ഞാൻ സ്മോൾ ലെറ്റർ Q ചാർജ് വെച്ചു. ഈ സ്മോൾ ലെറ്റർ Q ചാർജ് എന്ത് എക്സ്പീരിയൻസ് ചെയ്യും? ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. കൂളംസ് ലോ പ്രകാരം F is equal to എന്താണ്? 1/4πε0 capital Q into small letter Q by R square. That can be written as 1/4πε0 capital Q by R square into small letter Q. The term inside the bracket is E. എന്താണ് E? A electric field intensity. അതുകൊണ്ട് തന്നെ F is equal to എനിക്ക് എന്ത് എഴുതാം? E into Q. E into Q എന്ന് എഴുതാം. That is Q എന്ന് പറയുന്ന ചാർജ് പാർട്ടിക്കിൾ, Q ചാർജുള്ള ചാർജ് പാർട്ടിക്കിളിനെ ഈ ഇന്റൻസിറ്റി ഉള്ള ഒരു പോയിന്റിൽ വെച്ച് കഴിഞ്ഞാൽ ആ ചാർജ് പാർട്ടിക്കിൾ എന്ത് എക്സ്പീരിയൻസ് ചെയ്യും? ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ആ ഫോഴ്സിന്റെ ഇക്വേഷൻ F is equal to എന്താണ്? E into Q ആണ്. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി E equal to എന്ത് എഴുതാം? F by Q, ഫോഴ്സ് പെർ യൂണിറ്റ് ചാർജ്. എന്തായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ യൂണിറ്റ്? ന്യൂട്ടൺ പെർ കൂളം. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടി പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. ഫസ്റ്റ് നമ്മൾ പഠിച്ച കൺസെപ്റ്റ് ഇലക്ട്രിക് ഫീൽഡ് എന്ന കൺസെപ്റ്റാണ്. ഒരു ചാർജിന് ചുറ്റും ഉള്ള സ്പേസ് റീജിയൻ, ഒരു ചാർജിന് ചുറ്റുമുള്ള സ്പേസ് അല്ലെങ്കിൽ റീജിയനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. അവിടെ വേറൊരു ചാർജ് പാർട്ടിക്കിൾ വെച്ച് കഴിഞ്ഞാൽ ആ ചാർജ് പാർട്ടിക്കിൾ എന്ത് എക്സ്പീരിയൻസ് ചെയ്യും? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ഇനി ഇലക്ട്രിക് ഫീൽഡിലെ ഒരു പർട്ടിക്കുലർ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അത് നമ്മൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തത്? ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അറ്റ് എ പോയിന്റ് ഇൻ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഡിഫൈൻഡ് ആസ് ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് പ്ലേസ്ഡ് അറ്റ് ദാറ്റ് പോയിന്റ്. ക്യാപിറ്റൽ ക്യൂവിൽ നിന്നും ആ ഡിസ്റ്റൻസ് അകലെയുള്ള A എന്ന് പറയുന്ന പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കണ്ടുപിടിക്കാൻ എയിൽ +1 കൂളം ചാർജ് ഉള്ളതായിട്ട് സങ്കല്പിക്കുന്നു. ഈ +1 കൂളം എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ആണ് A ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. അതായത് E is equal to 1/4πε0 Q by
r square. ഈ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടേക്കായിരിക്കും, അതായത് പ്ലസ് ക്യൂവിൽ നിന്നും എവേ ആയിട്ടായിരിക്കും. നേരെ മറിച്ച് ഇത് മൈനസ് ക്യൂ ആണെങ്കിലോ ഇലക്ട്രിക് മൈനസ് ക്യൂ പ്ലസ് 1 കൂടെ അട്രാക്ട് ചെയ്യുക. അപ്പൊ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടേക്കായിരിക്കും. എന്ന് പറഞ്ഞാൽ the direction of electric field is away from positive charge and towards a negative charge. പോസിറ്റീവ് ചാർജിനുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ പോസിറ്റീവ് ചാർജിൽ നിന്നും എവേ ആയിട്ടായിരിക്കും. നെഗറ്റീവ് ചാർജിലുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ നെഗറ്റീവ് ചാർജിലേക്കായിരിക്കും. ഇനി ക്യൂ ചാർജുള്ള സ്മോൾ ടു ക്യൂ ചാർജുള്ള ചാർജ് പാർട്ടിക്കിളിനെ നമ്മൾ അവസാനം പറഞ്ഞ കാര്യമാണ്. സ്മോൾ ടു ക്യൂ ചാർജുള്ള ചാർജ് പാർട്ടിക്കിളിനെ ഈ ഇന്റൻസിറ്റിയുള്ള ഇലക്ട്രിക് ഫീൽഡ് ഒരു പോയിന്റിൽ വെച്ച് കഴിഞ്ഞാൽ ആ ചാർജ് പാർട്ടിക്കിൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് F ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? E into Q അല്ലെങ്കിൽ Q into E എന്നായിരിക്കും. ഓക്കെ, therefore we can write E is equal to എന്ത് എഴുതാം? F by Q. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഈസ് ഫോഴ്സ് പെർ യൂണിറ്റ് ചാർജ്. എന്താണ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ യൂണിറ്റ്? ന്യൂട്ടൺ പെർ കൂളംബ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ മനസ്സിലാക്കിയത്. ഓക്കെ.